ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണതൊരു വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പനീർ കറിയാണ്. ഇപ്പം ഞാനതിൽ സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ടൊരു കാര്യം കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 200 ഗ്രാമോളം പനീർ എടുത്തിട്ടുണ്ട്. ഇത് ഈ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ടുള്ള പനീറാണ് നമ്മൾ മേടിച്ചത്. ഇത് നമുക്കിനി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ വെന്ത് വരുമ്പോഴത് റബ്ബർ പോലെ ഇരിക്കില്ല. അതിനു വേണ്ടി കൂടിയാണ് ഈ ചെറു ചൂടുവെള്ളത്തിൽ നമ്മളൊന്ന് കഴുകിയെടുക്കുന്നത്. ഇനി നമുക്കിത് കോരി മാറ്റി വയ്ക്കാം. ഇനി ഞാൻ വേറൊരു ബൗളിൽ ഒരു 4-5 കശുവണ്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ കസ്കസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഞാൻ എടുക്കുന്ന ഒരു സ്പെഷ്യൽ സാധനം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് നമുക്ക് കുതിരാൻ വേണ്ടി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ സവാള സ്ക്വയർ പീസുകളാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കാന്താരിമുളകാണ്, നമ്മുടെ ഉണങ്ങിയ കാന്താരിമുളകാണ് കേട്ടോ, അതെടുത്തിട്ടുണ്ട് കുറച്ച്. പിന്നെ വേണ്ടത് നമുക്ക് കറുവാപ്പട്ട, ഒരു കഷ്ണം, ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട, ഒരു 2-3 ഗ്രാമ്പു ഇത്ര എടുത്തിട്ടുണ്ട്. ഒരു 2-3 ഏലക്കായും കൂടി നമ്മളൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാൻ എടുത്തിട്ട് ചൂടാക്കി അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട്, ഓയിൽ റിഫൈൻഡ് ഓയിൽ മതിയെ, ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ ഏലക്ക, ഗ്രാമ്പു, കറുവാപ്പട്ട ഇതെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി, ആ കാന്താരി മുളകും എല്ലാം നമുക്ക് ഇട്ട് കൊടുത്ത് ഇതിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ വാടിത്തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് നേരം കൂടി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിത് സ്ക്വയർ പീസായിട്ട് ഞാനൊരു തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മിക്സിയുടെ ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മൾ വഴറ്റിയതെല്ലാം ഒരു ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു സ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ ഒരു ടീസ്പൂണോളം നമ്മുടെ ഇത് പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുതിർക്കാൻ വെച്ചിരുന്ന കശുവണ്ടിയും ആ കസ്കസും കൂടിയുള്ള മിക്സും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു സ്പൂണോളം നെയ്യ് ഇട്ട് കൊടുക്കാം. ഇതിന് പകരം ബട്ടർ ഇട്ടാലും മതി കേട്ടോ, അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇതിന്.
ഇതിപ്പോൾ നന്നായിട്ടൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരട്ടെ. അപ്പോൾ ഇത് ഒരു വിധമൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ്, ഒരു സ്പൂണോളമൊക്കെ മതി കേട്ടോ. അതിന് പകരം നമ്മൾ തക്കാളി അരച്ച് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ച് നമുക്ക് ആവശ്യത്തിന് ചാറാകണ വരെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പം നമ്മുടെ ചാറൊക്കെ ആവശ്യത്തിനൊക്കെ കുറുകിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പനീർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 8-10 മിനിറ്റൊക്കെ തിളപ്പിച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ പനീറും അധികം വേവൊന്നും ഇല്ലല്ലോ, ശരിയായി കിട്ടും. ഇപ്പം നമ്മുടെ പനീറും ആ ചാറും ഒക്കെ കൂടി കിടന്ന് നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്യാം. നമുക്കിനി ഇതിനെ വേറൊരു ബൗളിലേക്ക് പകർത്തിയെടുക്കാം. കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിൽ. ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പനീർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ.